വെച്ചാൽ BJP അവരെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി കേരളത്തിന്റെ പ്രശ്നം വെച്ചിട്ട്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി BJP കണ്ടില്ലേ, കോൺഗ്രസിന് ഇത്രയും വലിയ മെജോറിറ്റി കിട്ടി, പക്ഷെ അവർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ആസാമിൽ ഇന്ന് ആസാമിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുകയാണ്. തമിഴ്നാട്ടിൽ സൺഡേയില് വെസ്റ്റ് ബംഗാളില്, മൺഡേയില് തമിഴ്നാട്ടില് ഒക്കെ മന്ത്രിസഭകൾ വന്നു. കേരളത്തിൽ മാത്രം വരുന്നില്ല, പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി. ആസാമിലും കേരളത്തിലുമാണ് മെജോറിറ്റി ഭരിക്കാൻ വേണ്ടി പാർട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ഒരു എന്താണ് കഴിവില്ലായ്മയായിട്ട് BJP കാണിക്കാൻ തുടങ്ങി. അതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്നുള്ള സീനിയർ നേതാക്കന്മാരെ ഇങ്ങോട്ട് വിളിപ്പിച്ച് ചർച്ച ഇന്ന് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സർ, എനിക്ക് തോന്നുന്നത് വെനസ്ഡേ തന്നെ അതിന്റെ ചർച്ചയുടെ പര്യവസാനം ഉണ്ടാകും. താങ്കൾ പറഞ്ഞ പോലെ KC വേണുഗോപാൽ എന്ന ഓർഗനൈസേഷൻ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കണ്ണീർ മുഖ്യ സ്റ്റേറ്റ്മെന്റ് ഇറക്കുമോ, അതോ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത് കേരളത്തിലേക്ക് വരുമോ എന്ന് നാളെ തന്നെ നമുക്കറിയാം. അതാണ്. പക്ഷെ ഒന്ന് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഒബ്സർവ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. ഇന്നലെ എന്നെ ഒരു പഴയ JNU കാരൻ ജേർണലിസ്റ്റ് എൻ്റെ സുഹൃത്ത് ഒരു ഹിന്ദി ഡിസ്കഷന് വിളിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന്റെ ഈ പുതിയ മോഹമാണ്. അദ്ദേഹം ഇന്ത്യയെ രക്ഷപ്പെടുത്തണോ കേരളത്തെ രക്ഷപ്പെടുത്തണോ എന്നുള്ള ഒരു തീരുമാനത്തിൽ എന്നുള്ള ചാഞ്ചാട്ടത്തിലാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ശ്രീ സതീശൻ തന്നെ ആയിരുന്നേനെയും ഒരു പ്രശ്നവുമില്ലാതെ എന്ന് ഒരു തിയറി ഇവിടെ വരുന്നുണ്ട്. നാട്ടിൽ എന്താണ് സാർ ഇപ്പൊ ഫ്ലക്സിന്റെയും അതിന്റെയും ഒക്കെ ബഹളങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് താങ്കൾ ഒബ്സർവ് ചെയ്യുന്നത്? നാട്ടിലിപ്പോൾ മലയാളിയുടെ സഹജമായ നർമ്മബോധം കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ചായക്കടകളിലും എവിടെയും നാലാൾ കൂടുന്നുവോ ഓരോ മലയാളിയും ഈ കോൺഗ്രസിന്റെ ഈ അനിശ്ചിതത്വത്തെ വളരെ തനി നാടൻ മലയാളി രീതിയിൽ പരിഹസിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് കിട്ടിയത് ഈ ഹൈക്കമാൻഡ് UDFന് വോട്ട് ചെയ്തവരെ എല്ലാം അങ്ങോട്ട് വിളിച്ചേക്കും എന്ന വളരെ ബുദ്ധിയുള്ള തമാശ, മൂളയുള്ള തമാശ എനിക്ക് ആരോ ഫോർവേഡ് ചെയ്തത്. എന്തിനാണ് ഈ കഷ്ടം? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിന് ഒരു പ്ലെയിൻ പിടിച്ച് തിരുവനന്തപുരത്ത് വരുന്നതായിരുന്നു ഈ കാലത്ത് നല്ലത്. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തിയും വീടുകളിൽ പോലും അമ്മമാർ പോലും ഉമ്മമാർ പോലും ഇങ്ങനെ ഈ കോൺഗ്രസിന്റെ ഈ ഗതികേടിനെ വലിയ നർമ്മത്തിൽ ചാലിച്ച് അതൊരു മലയാളിയുടെ വലിയ ഒരു ഭാവന, ഒരു VKNിസ്ക് ഭാവനയുടെ നിമിഷമാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടപ്പോൾ എല്ലാ കണ്ണും കാതും 10 ജൻപത്തിലേക്കാണെന്ന് താങ്കൾ പറഞ്ഞു. ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലാ മലയാളിയും സോണിയയുടെ വീട്ടിലേക്കാണ്, ജൻപത്തിലേക്കാണ് കണ്ണും കാതും നട്ടുനിട്ടിരിക്കുന്നത്. കാര്യം കൂടി ഇപ്പൊ എല്ലാവരും പറയുന്ന 2009 ജഗ്മോഹൻ റെഡ്ഡിയെ അവഗണിച്ച് റോസയ്യയെ കൊണ്ടുവന്നതിലും ആ ഘട്ടത്തിലും നെഹ്റു കുടുംബത്തിന് ഒരു പങ്കുണ്ട്. താങ്കൾ ഓർക്കുമായിരിക്കും. അതിനുശേഷം രാജസ്ഥാനിൽ, അതിനുശേഷം മധ്യപ്രദേശിൽ, ഇതെല്ലാം ഈ രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഈ ഭീമാബദ്ധങ്ങൾ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. പാരച്യൂട്ട് ചെയ്തുകൊണ്ട് ആളുകളെ കൊണ്ട് സംസ്ഥാന തല നേതൃത്വത്തിൽ ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി താങ്കളോട് വ്യക്തമായി പറയാം. സതീശൻ ഒരു ജഗ്മോഹൻ റെഡ്ഡി ആവുമോ അതോ ഒരു സച്ചിൻ പൈലറ്റായി തുടരും? ഇത് വളരെ നിർണായകമാണ്. അത് നമ്മളുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ആരും സംസാരിക്കാൻ ഇല്ല. ഇന്ന് കേരളത്തിൽ സതീശനുള്ള പിൻബലവും പാർട്ടിക്കകത്തും പൊതുജനങ്ങളുടെ ഇടയ്ക്കുമുള്ള പിന്തുണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ജഗ്മോഹൻ റെഡ്ഡി ആവാൻ തുനിഞ്ഞാൽ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയം? പിന്നെ ഇപ്പോൾ അദ്ദേഹം സച്ചിൻ പൈലറ്റിനെ പോലെ കോൺഗ്രസിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷെ സ്വന്തമായ ഒരു അടിത്തറയുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരൻ, കരിയർ പൊളിറ്റീഷ്യൻ, സതീശനും കരിയർ പൊളിറ്റീഷ്യൻ ആണല്ലോ, അദ്ദേഹം പിന്നെ ചിന്തിക്കുന്നത് എങ്ങനെയാകും? അതായത് അദ്ദേഹം KCയുടെ കീഴിലുള്ള ഒരു മന്ത്രിയായിരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു, വെറും ഒരു MLA ആയിരിക്കുന്നു.
അത് അപകടകരമാണ്. കോൺഗ്രസിലെ സതീശൻ അധികാരത്തിൽ വരുന്നതിനും അപകടകരമാണ്. എന്തുകൊണ്ടും അപകടകരമാണ്. ഒരു അസംതൃപ്തനായ സതീശൻ ഒരു മന്ത്രി പോലും ആവാതെ അദ്ദേഹം കടുത്തു പറഞ്ഞു, ഞാൻ പറവൂരിൽ നിന്ന് KC വേണുഗോപാലിനെ ജയിപ്പിച്ച് അയക്കാം, എനിക്ക് കിട്ടിയ 20,000-ത്തിന് അപ്പുറമുള്ള വോട്ടുകൾ മേടിച്ച് KCയെ പറഞ്ഞയക്കാം. മലബാറിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട, അതായത് ഒരു കാര്യം കൂടി വ്യക്തമാണ്, KC വേണുഗോപാൽ ഇപ്പോൾ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇല്ലാതായി വന്ന ഗ്രൂപ്പിസം വീണ്ടും കൊണ്ടിരിക്കുകയാണ്. ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയാലും രമേശ് ചെന്നിത്തല ആയാലും KC വേണുഗോപാൽ ആയാലും അവർക്ക് പഴയ കോൺഗ്രസിന്റെ ഗ്രൂപ്പിസത്തിന്റെ പാണ്ടക്കെട്ടുമായിട്ടായിരിക്കും ഈ മലയാളി വോട്ടർമാരുടെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ കേരളത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു മുഖമാണോ UDF-ന് വോട്ട് ചെയ്ത പുതിയ തലമുറയിൽപ്പെട്ടവരും പഴയ തലമുറയിൽപ്പെട്ടവരും ആഗ്രഹിക്കുന്നത് എന്ന് നിർണായക ചോദ്യം ഇവിടെ. സതീശൻ ഒരു ജഗ്മോഹൻ റെഡ്ഡി ആവുമോ അതോ ഒരു സച്ചിൻ പൈലറ്റായി തുടരും? ഇത് വളരെ നിർണായകമാണ്. അത് നമ്മളുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ആരും സംസാരിക്കാൻ ഇല്ല. ഇന്ന് കേരളത്തിൽ സതീശനുള്ള പിൻബലവും പാർട്ടിക്കകത്തും പൊതുജനങ്ങളുടെ ഇടയ്ക്കുമുള്ള പിന്തുണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ജഗ്മോഹൻ റെഡ്ഡി ആവാൻ തുനിഞ്ഞാൽ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയം? പിന്നെ ഇപ്പോൾ അദ്ദേഹം സച്ചിൻ പൈലറ്റിനെ പോലെ കോൺഗ്രസിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷെ സ്വന്തമായ ഒരു അടിത്തറയുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരൻ, കരിയർ പൊളിറ്റീഷ്യൻ, സതീശനും കരിയർ പൊളിറ്റീഷ്യൻ ആണല്ലോ, അദ്ദേഹം പിന്നെ ചിന്തിക്കുന്നത് എങ്ങനെയാകും? അതായത് അദ്ദേഹം KCയുടെ കീഴിലുള്ള ഒരു മന്ത്രിയായിരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു, വെറും ഒരു MLA ആയിരിക്കുന്നു. അത് അപകടകരമാണ്. കോൺഗ്രസിലെ സതീശൻ അധികാരത്തിൽ വരുന്നതിനും അപകടകരമാണ്. എന്തുകൊണ്ടും അപകടകരമാണ്. ഒരു അസംതൃപ്തനായ സതീശൻ ഒരു മന്ത്രി പോലും ആവാതെ അദ്ദേഹം കടുത്തു പറഞ്ഞു, ഞാൻ പറവൂരിൽ നിന്ന് KC വേണുഗോപാലിനെ ജയിപ്പിച്ച് അയക്കാം, എനിക്ക് കിട്ടിയ